എന്താ സംഭവം? ഇതിപ്പോ പറമ്പിൽ എന്തോ കൃഷി ചെയ്യിപ്പിക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഈ കാടും പുല്ലൊക്കെ വെട്ടിയിട്ടേ തൊടി ഇങ്ങനെ വൃത്തിയാക്കിയിട്ടാലും പ്രശ്നാട്ടോ. മറവില്ലടാ അവിടെ. മറയാ ഇവിടെ നിന്ന് ആരെയും കുളിക്കാൻ പോണം. മറയ്ക്ക് പണ്ടൊക്കെ അയ്യത്ത് പോകുന്നുണ്ടോ? ഇപ്പൊ അതാരും ഇല്ലല്ലോ. അതല്ലടാ, പിന്നെ കണ്ണോപ്പറേഷൻ കഴിഞ്ഞിട്ടേ 2 മാസം വീട്ടില് വെറുതെ ഇരിക്കില്ലായിരുന്നു. ഒരു പൂതി നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് രണ്ടരടിച്ചു പാട്ടൊക്കെ പാടിയിരിക്കാൻ. ഇവിടെ വിളിച്ചോണ്ട് അവിടെ നിങ്ങൾ പറഞ്ഞാ പോരായിരുന്ന. അതെ, പകുതി കാശ് ഞാട്ടും, ബാക്കി പകുതി രണ്ടാളും കൂടി എടുക്ക്. രണ്ടാളോ? എന്റെ പൈസ ഇല്ല. എക്സ്പോർട്ടിങ്, ട്രാവലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, അതെന്റെ മകൻ. അതെന്താ സാധനം? ഞാൻ അമ്മാവനെടുത്ത് കാര്യം ചോദിക്കാം. നിങ്ങള് ലക്ഷങ്ങൾ വിറ്റുവരെ ഉള്ള ഒരു ചീരത്തോട്ടത്തിന്റെ മുതലാളി കൊള്ളാം. എന്നിട്ട് 2 മരുമക്കളെ അടുത്ത് വന്നിട്ട് പകുതി ഇടുന്ന് പറയാൻ നാണമില്ല. അല്ലടാ, ഞാൻ മുഴുവനടാ. എന്നിട്ട് നിങ്ങൾ വന്നിട്ട് ഞാൻ നക്കിയാ മതി. വേണ്ട, ഒരു കാര്യം അറിയാക്ക്, ഇത് ഞാൻ കനകനോടൊന്നും നിന്റെ ഈ ആഗ്രഹം പറഞ്ഞ 10 പൈസ ചെലവില്ലാണ്ട് അവൻ എനിക്ക് സാധനം മേടിച്ചു തരും. കാണോ ഞാൻ ഇല്ല, അവനൊന്ന് വിളിച്ച് അവൻ വന്ന അലമ്പാവും, ഇത് ശരിയാവുന്നില്ല. പിന്നെ ഒരു കാര്യം, അവൻ വന്നു കഴിഞ്ഞാൽ അവൻ കുറെ ഉപദേശം തരും അമ്മ അവനോട്. ഞങ്ങളെ കൂടെ ഇരുന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് ഉണ്ട്, പാട്ടോ ഡാൻസോ അങ്ങനെയുള്ള സാധനങ്ങൾ വെറുതെ എൻജോയ് ചെയ്യണ്ടേ. ആഗ്രഹിച്ചു പോയില്ലേ? എന്നാ ഞാൻ പൈസടാ. പക്ഷെ ഒരു പ്രശ്നണ്ടേ, ഇവിടെ എവിടെ ഇരുന്ന് അടിക്കുക, എവിടെ അടിച്ചാലും അപ്പുറത്തി വീട്ടുകാർ കാണും. നമുക്ക് അവിടെ ചായപ്പേരുന്ന് അടിക്കാം. ചായപ്പേരുന്ന് അടിച്ചാൽ പോരാ, അവിടെ കിടില ആംബിയൻസ് അല്ലേ. ഒറ്റ ഒന്നാണ്ട് തരിഞ്ഞ പണ്ടത്തെ പോലെയാടപ്പോ. തങ്കപ്പ മെമ്പറല്ലേ, അവളുടെ വീട്ടിലൊന്നും സാധനം അടിക്കാൻ പറഞ്ഞ അവളുടെ മോശമാണ്. അവൾക്കത് അവളുടെ രാഷ്ട്രീയ ഭാവി നോക്കണ്ടേ. ഒന്നും കുഴപ്പമൊന്നുള്ള കാര്യമൊന്നുമില്ല. നോക്കണ്ട, നമ്മളെന്താ പറമ്പില് ചെയ്യണെന്ന് നോക്കാൻ വരാ, 2 അടിക്കാന്ന് നോക്കാൻ വരാണ് അവളെ. അവള് സമ്മതിക്കില്ലടാ. അമ്മാവാ, എന്താ ഇവിടെ 3 പേരും കൂടി? ഒന്നുമില്ല, ഞങ്ങളിവിടെ മറ്റേ ഈ 18-ാം പട്ടണ 4 തെയ്യേ കിട്ടാന്ന് പറഞ്ഞിട്ട് അതിവിടെ എവിടെ കുഴിച്ചിടണമെന്ന് നോക്കായിരുന്നു. ഇല്ലടാ, ഒരു പുള്ളടിക്കാനുള്ള സ്ഥലം അത്രയല്ലേ ഉള്ളു പ്രശ്നം. ഞാൻ ജീവനോട് ഇരിക്കുകയല്ലേ, വഴി ഉണ്ടാക്കാം. ഓ കാണും കേട്ടോ. പിന്നെ നീ എന്തുവാടാ പറയുന്നത്? ഈ ഇത്രേസ് പറമ്പ് ഇവിടെ കിടക്കുന്നു, അങ്ങ് പോയി നിന്ന് ആലോചിക്കേണ്ട കാര്യം എന്താ? 3 പേരും കൂടി എന്തായാലും നിനക്കെന്താ? അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചാൽ പറ്റൂലല്ലോ, നമുക്കറിയണ്ടേ എന്താന്ന്. പ്രത്യേകിച്ച് അമ്മാവനും ക്ലീറ്റോയും റൊണാൾഡോ 3 കുനിഷ്ടാ. 2 കുണസ്റ്റും ഒരു പാതി കുനിഷ്ടു. എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. അത് ഞാൻ ആലോചിക്കണം, അവിടെ പോയി നിൽക്കേണ്ട കാര്യം എന്താ? എന്ത് വേറെ എന്തെങ്കിലും അമ്മാവനെ വളച്ചിട്ട് ഈ 2 തെങ്ങ് മുറിച്ച് വിൽക്കുന്ന കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെയല്ലേ നടക്കൂല. അല്ലാതെ പിന്നെ തെങ്ങ് മുറിച്ചിട്ട് കാലൊക്കെ ചോന്ന് കൊടുത്തിരിക്കുന്നുണ്ട്. എന്തോ കടിച്ചതാ. ചെവി കേക്കണില്ലേ? ഈ കുന്ത്രാണ്ട് എവിടെ അടിക്കണത് കേട്ടൂടെ? ഇങ്ങ എടുക്കാൻ പാടില്ലേ? അറിഞ്ഞത് ശ്രദ്ധിച്ചില്ല. കുറെ നേരമായിട്ട് ഇത് അവിടെ കിടന്ന് അടിക്കുന്നു. ഈ മൊബൈൽ എന്ന് പറയണതേ കൂടെ നമ്മൾ കൊണ്ടു കിടക്കാനാണ്. മൊബൈൽ മൂവബിൾ. ഹലോ, സാബു ചേട്ടാ പറഞ്ഞോ. ലീവ് പറഞ്ഞോ. അതെ, അയ്യോ അതിനെപ്പറ്റി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാബു ചേട്ടാ? എന്റെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. അയ്യോ അതല്ല, എനിക്കിപ്പോ അത് പഞ്ചായത്തിൽ ഞാൻ അവതരിപ്പിക്കാം. ശരി സാബു ചേട്ടാ, ഈ പറയുന്ന പോലെ മെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ശക്തിയുള്ള ആളൊന്നും അല്ല. നമുക്ക് ചെയ്യാവുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നില്ലേ. ഞാൻ നോക്കാം. ശരി. ആ പട്ടാള സാബു ഇല്ലേ, അയാൾക്ക് സ്ത്രീധനം കിട്ടിയൊരു വീടില്ലേ, അവിടെ പട്ടി ശല്യോന്ന്. നീ എന്ത് വേണോ? അതന്നെ എനിക്കറിയാൻ വേണ്ടത്. ഞാൻ എന്ത് വേണം? എന്ത് വേണോന്ന്
പിന്നെ മെമ്പറുടെ വാർഡാകുമ്പോ പിന്നെ മെമ്പർ അല്ലാതെ ആരെ വിളിച്ച് പറയണം? മെമ്പർക്ക് എന്ത് പട്ടിയെ പിടിയപ്പോ ചേട്ടേ, ഈ നാട്ടിൽ എന്തോരം പട്ടി ഇറങ്ങി നടക്കുന്നത്? അത് എന്റെ കുറ്റം കൊണ്ടാണോ പട്ടി ഇറങ്ങി നടക്കുന്നത്? അല്ലേ, ജനങ്ങളെല്ലാം കൂടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് എന്തിന് മെമ്പറാക്കി എന്തിനാണ് പിന്നെ പട്ടി കാണാനാ? പിടിക്കാനാ? ആ ഇത് നല്ല പാട്. എന്താണ് വാർഡിലെ ഒരു പരാതി പിന്നെ ആരെടുത്ത് പറയണം? എടേ പരാതി ഓക്കെ, പട്ടാള സാബുവിന്റെ വീട്ടിലെങ്ങാണ്ട് പട്ടി കയറി കിടക്കണം, ആ പട്ടിയെ പിടിക്കാൻ അവളെ വിളിക്കണം. അല്ലെങ്കിൽ തന്നെ ഞാനാണോ പട്ടീനെ അവിടെ കൊണ്ടുവന്നിട്ടത്? ആണോ? അതെ, ഈ പട്ടീനൊക്കെ വീട്ടിലെ വരെ പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടിയിട്ട് കിടക്കണ വീടാണെങ്കിൽ പട്ടി വരും. അവിടെ ഒരു വാച്ച്മാനെ വെക്കാൻ പറയും. ആ ഞാനൊരു കാര്യം പറയും, ഇപ്പൊ എല്ലാരും കൂടെ ഇരുന്ന് ന്യായം പറയും. എങ്ങാനും സാബു ഫേസ്ബുക്കിൽ വന്നിട്ട് ഒരു പോസ്റ്റ് ലൈവോ വല്ല ഇട്ട് കഴിഞ്ഞാൽ മെമ്പറെ ആൾക്കാരെല്ലാം അവിടെ പൊങ്കാല ഇടുവേ കേട്ടാ. പിന്നെന്ത് പൊങ്കാല ഇടാതെ? എന്തുവാടാ ഈ പറയുന്നത്? ജനപ്രതിനിധിയുടെ ജോലി എന്താണ്? ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പറ്റൂല്ലെങ്കിൽ മെമ്പർ ആവല്ലേ, രാജിവെക്ക് പോയി. അല്ല, അത് അങ്ങനെ തന്നെ. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അല്ല ക്ലീറ്റോ, ഇതിനു മുമ്പ് DDTക്ക് ഒരു മെമ്പർ ഉണ്ടായിരുന്നല്ലോ ഇവിടെ? ഉണ്ടായിരുന്നല്ലോ. അന്തസ്സായിട്ട് ജോലികൾ ചെയ്തു. അന്തസ്സായിട്ട് പട്ടിനെ പിടിച്ചായിരുന്നോ? ഈ അല്ല അല്ല അല്ല, പറയുന്ന അന്തസ്സായിട്ട് ജോലി കാര്യം വിട്. അങ്ങനെ പിന്നെ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ. വീടും അവിടെ ഉണ്ടായി, അവിടെ അന്നും പട്ടിശല്യം ഉണ്ടായി. ഈ മെമ്പറിനെ അവിടെ നല്ല ഒരു പരിസരത്തും കണ്ടിട്ടില്ല. ആകെ ഈ DDTയുടെ പാർട്ടി ഓഫീസിൽ കയറി ഇരിക്കലായിരുന്നു ആ മെമ്പറുടെ അത് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വാർഡിൽ ഇപ്പൊ പട്ടികളുള്ള സാധനമല്ലല്ലോ. ഞങ്ങളുടെ വാർഡ് തങ്കം. ഏത് വാർഡ്? അല്ല, ഈ അൻസാർ മെമ്പറായിരുന്ന സമയത്തെ ഒന്നും നോക്കിയിട്ടില്ല ഉത്തരവാദിത്വം. അങ്ങനെ തെരുവ് പട്ടികൾ പെരുകി. അപ്പോഴാണ് ഈ പൂരാട ചേച്ചിയുടെ പാർട്ടിക്കാർ പറഞ്ഞത് ഞങ്ങളുടെ മെമ്പർ ജയിച്ചു കഴിഞ്ഞാൽ തെരുവ് പട്ടികളൊക്കെ ഒഴിവാക്കുന്നു. അപ്പൊ പിന്നെ നീ ഒഴിവാക്കണം. അമ്മാവൻ ഏത് വഞ്ചിയിലപ്പോ ശരിക്കും കാലൂത്തിയൊക്കെ? വഞ്ചി ഏതോ ആവട്ടെ, ഇപ്പൊ പറഞ്ഞത് ന്യായം. ആര് പറഞ്ഞു? ഞങ്ങൾ ആരോടും നീ പറഞ്ഞില്ല, പൂരാടം എന്ന് പറഞ്ഞാൽ വായി നോക്കി പറഞ്ഞിട്ടുണ്ട്. നീ ഇപ്പൊ പൂരാടത്തിന്റെ കൂടെ ആണല്ലോ ആള്. പ്രകടന പത്രിക നോക്കിയിട്ടൊന്നല്ലോ കൗൺസിലർ മറ്റേ മെമ്പറായത്. എന്ത് കുന്തായാലും വാർഡിലെ കാര്യങ്ങൾ മെമ്പറുടെ ഉത്തരവാദിത്തമാണ്. എന്തെങ്കിലും ചെയ്തോട്ടോ. പണം കൊല്ലാനും പാടില്ലേ, വന്ധീകരണം ചെയ്യാനേ പാടുള്ളൂ എന്നാ പറഞ്ഞത്. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. നീ ചുമ്മാരടി. അല്ല, അങ്ങനെ പറയരുത്. ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യണം. പിന്നെ ജയിച്ച എല്ലാം ചെയ്തെങ്കിൽ നാടത്തെ എന്നെ നന്നായനെ. ഓരോരുത്തരും അവരോട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ ഈ നാട് സ്വർഗമായനെ. അതെ, പോലീസിന്റെ പണിയല്ല ജനപ്രതിനിധിക്ക്. ബുദ്ധി ഉപയോഗിച്ച് ചെയ്യും, ഇല്ലെങ്കിൽ നാട്ടുകാരെ തെറിയാക്കേണ്ടി വരും. അതൊക്കെ പോട്ടെ, അത് ഞങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുത്തോളാം. അവിടെ എന്തായിരുന്നു പരിപാടി? താഴെ എവിടെ? അവിടെ കുറച്ച് വസ്തു കിടക്കണുണ്ടല്ലോ. ആ, അവിടെയൊക്കെ വെട്ടി വൃത്തിയാക്കി എന്ത് രസമായി കിടക്കണ അറിയോ? ആര്? ഞാനേ 2 മാസം വയ്യാണ്ട് ഇരുന്നിട്ട് വന്നു നോക്കിയപ്പോഴേക്കും അപ്പൊ മണ്ണിനോട് സ്നേഹം ഉണ്ട് പോലെ. ഞാൻ അതിനെ കുറിച്ച് പറയായിരുന്നു അവിടെ. ആരോട് പറയായിരുന്നു? ഞാൻ മറ്റേ റൊണാൾഡിനോടും ക്ലീറ്റോനോടും പറയായിരുന്നു. അതിന്റെ അങ്ങ് പോയി പറഞ്ഞായിരുന്നു. അല്ല, അവിടെ ചെന്ന് നമ്മൾ പറമ്പ് കാണുമ്പോഴാണ്. മൂന്നുപേരും കൂടെ ഒരുമിച്ചാ പോയ പറമ്പ് കാണാൻ? അതെ, അപ്പൊ എന്താ വെച്ചാ അവിടെ നല്ല ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞില്ലേ, 18-ാം പട്ടണ തെങ്ങ് കിട്ടിയത്. അമ്മാവ ജനിച്ച കാലം മുതൽ കാണുകയാണ് അമ്മാവനെ. അമ്മാവൻ ജനിച്ചപ്പോൾ നമ്മളെ കാണില്ല. കാണുമ്പോ അറിയാം അമ്മാവൻ നുണയാ പറയണേന്ന്. എപ്പോഴെങ്കിലും സത്യം പറയാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞാൽ മതി. അതെ, ആ റൊണാൾഡോ ബാത്റൂം പോയിട്ട് അവനാണ് ഇത്തിരി സത്യം പറയണം. അവനെ കണ്ടിട്ട് വിളിച്ച് ചോദിച്ചു നോക്ക് എന്താ ഉണ്ടായിരുന്നു. റൊണാൾഡ് സത്യം പറയുന്നു. അമ്മാവ വീണെടുത്ത് കിടന്ന് ഉരുളല്ലേ? അല്ല, സത്യം. അതെ, ആ പറമ്പ് ഇങ്ങനെ വൃത്തിയാക്കി കിടക്കുന്ന കണ്ടപ്പോ എനിക്കൊരു തോന്നല് 18-ാം പട്ടട 4 തെങ്ങിൻ തൈ അതിന്റെ ഇടയിൽ വെക്കാം. പിന്നെ കുറച്ച് പച്ചക്കറിക്ക് നമ്മുടെ ഈ മണ്ണിനോട് സ്നേഹമുള്ളല്ലേ, അതൊക്കെ അവരായിട്ട് സംസാരിച്ചു എന്നല്ലാണ്ട്. നല്ല അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ചർച്ചകളൊക്കെ ഉള്ള നല്ല. അതെന്താ നീ ഒരു ആക്കി പറിച്ചില്? അല്ല, ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഞാനുമായി ബന്ധമുള്ളൊരു സംഭവം അല്ലല്ലോ. അത് ആ വസ്തുമായി ഞാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. അതല്ല, ആ നേരത്തെ ഇനിയിപ്പോ ഇതിനു മുമ്പ് അമ്മാവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ 2 പേരും അല്ല ചെയ്തുകൊണ്ടിരുന്നത്, ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തിട്ടുള്ളതും. അപ്പൊ ആ വസ്തുവിന്റെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഞാനില്ലാതെ മാറി എന്ന് നിങ്ങൾ 3 പേരായിട്ട് സംസാരിക്കുമ്പോൾ അതിനകത്ത് ഒന്നുമില്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പൊട്ടനല്ല ഞാനെന്ന് മാത്രം അമ്മാവനോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സദസ്സ് വിടുകയാണ്. ഇവനെന്തപ്പ ഈ പറഞ്ഞു? എനിക്കിപ്പോ വേണ്ട. കഴിക്ക്. പിന്നെ നീ ഇപ്പൊ കഴിക്കാനാ? കഴിയട്ടെ, ഒരു ചായ എടുക്ക്. മണി 10 കഴിക്ക് ക്ലീറ്റോ. ആവട്ടെ, പക്ഷേ വിശപ്പില്ലെന്നേ. വിശക്കാതെ കഴിച്ചാൽ ശരിയാവില്ല. നീ എനിക്കൊരു ചായ താ. കണ്ട ഈ രാവിലെ കടപ്പത്തിനെ ഒരു ചായ. പിന്നെ എന്തുവായി പട്ടിയെ ഓടിക്കൽ വിഷയം? പട്ടിയെ ഓടിക്കണ വിഷയം എന്തായി? വല്ല നടപടിയായ? ഒരു നടപടിയായില്ല. ഞാൻ എന്ത് ചെയ്യാനാ പട്ടീനെ ഓടിക്കാൻ? എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ കൈമലത്തിട്ട് കാര്യമൊന്നുമില്ല. ജനപ്രതിനിധികളാവുമ്പോ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ. എനിക്ക് പട്ടിയുടെ പുറകെ ഓടിച്ചിട്ട് അതിനെ കൊല്ലാൻ പറ്റുമോ?
ആൾക്കാർക്ക് ഇങ്ങനെ ചുമ്മാ ഇരുന്നങ്ങ് വേറെ പറഞ്ഞു. വഴികളൊക്കെ ഉണ്ടല്ലോ. എന്ത് വഴി? വഴികളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഇച്ചിരി ചെലവ് വരും. പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം പറ, എന്താന്ന് പറ. അതൊക്കെ പറയാം. നീ ആ പട്ടാളം സാബുവിനെ വിളിച്ചിട്ട് ഇന്ന് തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞോ. പറയിട്ട് എന്ത് ചെയ്യാനാന്ന് പറ. അതെ, നീ അപ്പം ഉണ്ടാക്കിയാൽ മതി, കറി ഉണ്ടാക്കണ്ട. അതൊക്കെ ഞാൻ ശരിയാക്കി തന്നോളാം. വഴിയുണ്ട്, ചെലവുണ്ട്, മറക്കണ്ട. ആ അതായത് ഞാൻ ആലോചിക്കരുത്, നമ്മുടെ പട്ടികളുടെ വിഷയമല്ലേ, അതിനെങ്ങനെ ഓടിക്കാം എന്നുള്ളത്. പോടാ, 2 അടിക്കാൻ എന്താ വഴി നോക്കിയിട്ട് ഇരിക്കുമ്പോഴാണ് അവൻ അവ അതിലേക്ക് തന്നെ വരുന്നത്. ഒരു പിടിക്ക് 2 പട്ടി. അത് ഞാനങ്ങനെ നമ്മളിപ്പോ പട്ടിയുടെ വിഷയമാണല്ലോ ചർച്ച ചെയ്യണത്. അതായത് ഈ പട്ടാള സാബുവിന്റെ വീട്ടിലാണല്ലോ പട്ടികൾ കിടക്കുന്നത്. നമുക്കാണെങ്കിൽ 2 സ്മോൾ അടിക്കുകയും വേണം. വേറെ അലമ്പ് അട്ടാസമൊന്നുമില്ല, സ്വസ്ഥമായിട്ടിരുന്ന് അടിക്കണം. അപ്പം ഈ സാബുവിൻ്റെ വീട് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഒരു പ്രത്യേക വൈബാണ് അമ്മ അവിടെ. നമ്മളവിടെ പോയി അവിടെയുള്ള പട്ടികളെ അങ്ങ് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്ന് തന്നെ സ്വസ്ഥമായിട്ട് സ്മോൾ അടിക്കാം. അമ്മ പറഞ്ഞ പാട്ടോ ഡാൻസോ നമുക്ക് എങ്ങനെ വേണം അവിടെ എൻജോയ് ചെയ്യാം. ഒരു നമ്മൾ പോയിട്ട് എങ്ങനെയാ ഈ പട്ടീനെ ഓടിക്കണത്? ഒന്നാമത് ഈ പട്ടി എന്ന് പറഞ്ഞ പേടിയാ. ആ ചീരത്തോട്ടത്തിലൊരു പട്ടി എവിടുന്നോ വന്ന് പെട്ടത്, എന്നെ കണ്ട അപ്പൊ കുറയ്ക്കും. അപ്പൊ അതിനെ പേടിച്ചിട്ട് ചീരത്തോട്ടത്തിൽ പോകാൻ എന്താ വഴിച്ചിട്ടിരിക്കുക ഞാൻ. അമ്മാവ ഈ പട്ടികൾ എന്ന് പറഞ്ഞാൽ പല ഇനമാണ്. ഇപ്പം അമ്മാവൻ്റെ ചീരത്തെ വെള്ളയാണിയിലുള്ള പട്ടിയായിരിക്കുമല്ലോ ഇവിടുത്തെ പട്ടി. ഇത് കുറച്ച് മര്യാദ ഉള്ളതായിരിക്കും, അത് ചിലപ്പോൾ ഇച്ചിരി മെനകെട്ടതായിരിക്കാം. മര്യാദ ഉള്ളതാണേലും ഇല്ലെങ്കിലും ഓടിക്കാൻ നല്ലൊരു മാർഗമുണ്ട്. എന്താടാ? ഒരൊറ്റ പടക്കം മതി. പടക്കം പൊട്ടിച്ചിട്ട പട്ടി ഓടും. അങ്ങനെയാണെങ്കിൽ ദീപാവലി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പട്ടിയെ പാടില്ലല്ലോ. അല്ല അമ്മ, അത് പറയണ്ട. ഈ അപ്പുക്കുട്ട സാറിന്റെ വീട്ടിലുണ്ടായിരുന്ന പട്ടി കഴിഞ്ഞ ദീപാവലിക്ക് പടക്കം മുട്ടിയത് കേട്ടിട്ടാണ് അത് ഓടിത്തള്ളിയത്. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. പട്ടിക്ക് ശ്രവണശേഷി കൂടുതലായോണ്ട് പടക്കത്തിന്റെ ശബ്ദം വലുതായിട്ട് ചെവി കേൾക്കും, പേടിച്ചോടും. ഒരു കുഞ്ഞു പടക്കം ഉണ്ടെങ്കിൽ 1000 പട്ടി ജില്ല മാറും. അപ്പൊ നമുക്ക് ഒരു ഒറ്റ മാല പടക്കത്തിൽ സംഭവം ക്ലീൻ ആവും. അപ്പൊ പടക്കം പൊട്ടിച്ചാ പട്ടി പോവും. പടക്കം പൊട്ടിക്കുന്നു, നമ്മള് പട്ടിയെ ഓടിക്കുന്നു, എന്നിട്ട് പട്ടാള സാബുവിന്റെ അവിടെ ഇരുന്ന് അടിക്കുന്നു. പിന്നെ ഇങ്ങനൊരു കേസിനായോണ്ട് സാബു നമുക്ക് എന്തെങ്കിലും സാധനം പട്ടാളല്ലേ തരാതിരിക്കുകയില്ല. 1-2 കുപ്പി ഫ്രീ ആയിട്ട് തരും. പക്ഷെ എന്ന് പറഞ്ഞിട്ട് അമ്മാവ എടുക്കാന്ന് പറഞ്ഞ് എടുക്കുക. സാബുവിൻ്റെ കിട്ടുമോ കിട്ടൂലെന്ന് നമുക്ക് പ്രതീക്ഷ വയ്ക്കേണ്ട. കിട്ടിയ പ്ലസ്. അല്ല, എന്നാലും മറ്റേ ഒരു അടഞ്ഞു കിടക്കുന്ന വീട് അവരുടെ സമ്മതത്തോടെ നമ്മൾ ചെല്ലുമ്പോൾ അത് പൊതുസ്ഥലമല്ല അല്ലേ? അപ്പൊ പിന്നെ പ്രശ്നം വരില്ല. നമുക്ക് ചിന്തിച്ചു നോക്കൂ, ആ വീടിന്റെ മേളില് ഒരു ഫുള്ള് ഐസ്, ബീഫ് ഫ്രൈ, മിക്സർ, ഗ്ലാസ്, തണുത്ത വെള്ളം, സോഡയിലോട്ട് ഒഴിച്ചിട്ടെ. അല്ല, നീ ഇപ്പൊ പറഞ്ഞു പറഞ്ഞത് ഒരു മറ്റേ ബാർ സെറ്റപ്പിലേക്ക് പോകണം. അത്രയും വേണ്ട, ഒരു ലോക്കലിൽ അടി, അത്രേ ഉള്ളൂ. ലോക്കലിൽ ഇത്തിരി ഷാറായിട്ട് അടിക്കാം. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, പോലീസുകാരനോട് ഈ വിവരം വിളമ്പണ്ട. 2 വീടുത്തും കൂടെ പറയാം. ഞാൻ പറയത്തില്ല, വേണ്ട. സത്യം അല്ലി അറിഞ്ഞാൽ നടക്കും. അറിഞ്ഞാലും പാവും. അവന്റെ സ്ഥിരം പരിപാടി ഇതല്ലേ. ഇവിടെ നിൽക്കുമ്പോ കൂടെ ഉണ്ടെന്നൊക്കെ പറയും, പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വിവരമില്ല. പോവും. ഇല്ല. അല്ലേ, എയർപോർട്ടിൽ തന്നെ വിളിക്കാന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്, പക്ഷെ നടന്നില്ല. അല്ല, അന്ന് പിന്നെ നമ്മൾ അവിടെ പോയ ശ്രീമാട്ടൻ്റെ അവിടെ റിസോർട്ടിലൊക്കെ പോയോണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇല്ലല്ലേ, ഇവിടെ ഇപ്പൊ ഇല്ലല്ല, ക്ലീറ്റോ ഇല്ല, അവിടെ കണ്ടില്ല. ആ അല്ല, ഞാൻ വിളിച്ചില്ല. ഓവർ ഫാറ്റ് കൊണ്ട് വിഷമിച്ചിരുന്ന സമയത്താണ് ജെറൂഷിന്റെ കൂൾ സ്കൾപ്റ്റിംഗ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. നോ പെയിൻ, നോ സർജറി, 100% സേഫ്, വിസിബിൾ റിസൾട്ട്. ആത്മവിശ്വാസം തിരികെ നേടാം വെറും കുറഞ്ഞ സമയത്തിനുള്ളിൽ പെർഫെക്റ്റ് ബോഡി. സമയത്രയും നോക്കണത്. അവനൊന്നും ഇത് ഏൽപ്പിച്ച നടക്കണ കാര്യമില്ലത്. നിനക്ക് പോയിട്ടാണ് പേടിച്ചാൽ മതിയായിരുന്നില്ലേ? ഞാനാ അമ്മാപ്പം, ഞാൻ അതുകൊണ്ടാണ് ഇനി ഞാൻ അവിടെ പോയി ഇനി ഇടപെടേണ്ട, അവനെ നൈസായിട്ടെല്ലാം അവിടെ കൊണ്ടുവരാം അവരോട് പറയാൻ. അല്ല, നീ എന്തിനാ ഈ തലയിൽ കൊണ്ടിട്ടിക്കണ്? ഞാൻ ആരാണ്? 10 ആൾ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തനാണ് ഞാൻ. നാട്ടുകാരുടെ മുമ്പിൽ എനിക്കൊരു വിലയും നിലയൊക്കെ ഉണ്ട്. അത് നല്ലതാ. വീട്ടിലെ വില ഇല്ല, നാട്ടിലേലും വില ഉണ്ടാവട്ടെ. ചൊറിയാനാണ് വന്നേക്കണമെങ്കിൽ നമുക്ക് പരിപാടി വിളിച്ച് മതിയാക്കാം.
കേട്ടോ. ഈ അവനൊന്ന് വിളിച്ചോക്കടെ, എവിടെ എത്തി ചോക്കി. ആൾക്കാർ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് പോണവർ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സംശയിക്കില്ലേ? ഇവിടെ നിൽക്കാറുണ്ടോ നമ്മൾ? ഇല്ലല്ലോ. എനിക്കതാണ് പേടി. ഞാൻ അതുകൊണ്ടാണ് ഇത് ഇട്ടേക്കണം. അയ്യോ, മറുപടി പറഞ്ഞു. എവിടെ എടുക്കണില്ലേ? ആരോടോ വർത്താനം പറഞ്ഞുകൊണ്ട് വരിക. ബിസി. ഇതൊന്നും ശരിയാവണ കാര്യമില്ല. എന്ത് ചെയ്യുന്ന ആലോചിക്കുക അമ്മാവാ. ഞാന് നമ്മൾ ഈ വല്ലവൻ്റെയും സ്ഥലം ഇറക്കണത് എൻ്റെ 2 റിയൽ എസ്റ്റേറ്റ് പരിപാടികൾ ശരിയാവാനുണ്ട്. ആയിക്കഴിഞ്ഞാൽ വെള്ളം അടിക്കാൻ വേണ്ടി നമുക്ക് ആഘോഷിക്കാനായിട്ടൊരു ഇതുപോലൊരു ബിൽഡിംഗ് വാങ്ങിച്ചു വിടണം. ഈ സാബുവിൻ്റെ പോലത്തെ. അല്ല, ഈ സാബുവിന്റെ വീട്ടിൽ ആള് താമസമില്ല എന്നല്ലേ പറഞ്ഞു? എന്നാൽ അതാണ് കച്ചവടമാക്കിയാലോ? അത് വേണ്ട അമ്മാവ. നമുക്ക് കുറച്ചുകൂടെ വേറെ ഒരു ഇച്ചിരി വാട്ടർ ഫ്രണ്ടേജ്, ലേക്ക്, ആറും പുഴയും എന്തെങ്കിലും ഉള്ളതിൻ്റെ അടുത്ത് ഒരെണ്ണം മേടിച്ചു തരണം. അല്ല, എന്താ അറിയോ, നമുക്ക് ഈ കഴുതക്കാമം കരഞ്ഞു തീർക്കുക പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ആലോചിച്ച് അതാ കഴുത എത്തി. അല്ല, മറ്റേ ഇവനെത്തി. എവിടെ പോയി കിടക്കാറുണ്ട്? സമയം എത്രയും നോക്കുന്നേ. എന്റെ അവസ്ഥ മനസ്സിലാക്കാതെ സംസാരിക്കരുത്. എന്തോന്ന് അവസ്ഥ? ഞാൻ കുപ്പി എടുത്തോണ്ട് ഇറങ്ങിയപ്പോ ഫ്രണ്ടി കനാമച്ചമ്മ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നു. കണ്ടു ഇല്ല, താഴെ പിടിച്ചു വരാൻ പറ്റുമോ? അവിടുന്ന് ഒരു വ്യക്തി മാറിച്ചിഞ്ഞ് മേളി വന്നപ്പോൾ ആലോചിക്കണേ, പടക്കാത്തിരിക്കുമല്ലേ. ബെസ്റ്റ്. പിന്നെ ആ കുപ്പി അവിടെ ഒരു കയ്യാലപ്പുറത്ത് വെച്ചിട്ട് ഞാൻ വീണ്ടും പോയി പടക്കം എടുത്തോണ്ട് പുള്ളി അവിടെ ഇപ്പൊ ഉണ്ട്. അവിടുന്ന് ഒരു വ്യക്തി കൂടി വന്ന് പെട്ട പാടുകൾ ഒന്നും അറിയാതെ ഇവിടുന്ന് പറഞ്ഞാൽ മതി. അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ലില്ല, തങ്കമൊന്നും കണ്ടു? ആരും കണ്ടിട്ടില്ല. പിന്നെ പടക്കം എത്ര ഉണ്ട്? പടക്കം 7-8 ഉണ്ട് ഒരു പാക്കറ്റിനകത്ത്. ഏട്ട് നമുക്ക് മണിക്കൂർ ഇടവിട്ട് ഓരോന്ന് പൊട്ടിച്ച നേരം വെളുക്കുന്നതിനും വരെ പട്ടിയുടെ ശല്യം ഇല്ലാതിരിക്കാനുള്ള സാധനത്തിനകത്ത്. അത് മതി. നമ്മളെ ഒരു കാര്യം, നമ്മുടെ ആവശ്യം കള്ളുകൂടി, നമ്മുടെ ആവശ്യം നായ്ക്കളെ ഓട്ടിക്കുന്നത് സാബുവിന്റെ ആവശ്യം. അതാണ് മിഷൻ. അതും നമ്മളെ ലക്ഷ്യം. ഒന്ന് പോടാവുന്നത്. നമ്മളെന്തിനാ പട്ടിശല്യം ഒഴിവാക്കണ്? നമ്മൾ കള്ളു കുടിക്കുന്നവരെ പട്ടിശല്യം ഇല്ലാണ്ടിരിക്കാൻ 4 പടക്കം പൊട്ടിക്കുക. അത്ര അത് അമ്മാവന്. എന്റെ ലക്ഷ്യം അതല്ല. പിന്നെ പട്ടിശല്യം ഒഴിവാക്കുക. പിന്നെ ഈ പട്ടിശല്യം ഇവിടെ ഒഴിവാക്കി ഇനി നമ്മളൊരു ഇതേപോലെ സാന്തത്തിനോട് പോയിരുന്നായിരിക്കും. നമുക്ക് മറ്റേ ചെമ്പഷിബുവിന്റെ വീട്ടിൽ പാമ്പ് ശല്യം ഉണ്ടെന്ന് പറയണത്. ആണോ? അപ്പൊ നമുക്ക് അവിടെ കൂടാ. അങ്ങനെ പടക്കത്തിന് ഒരു മകുടി പിടിച്ചാൽ മതി. അത് നല്ലതാ. അടയ്ക്കണോ? അടച്ചിട്ട് പട്ടികൾ എന്തിനടപ്പ പൊട്ടിക്കണ്? ആൾക്കാരൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ട് രാത്രിയിലേ ഈ പട്ടി വരൂ. എന്റെ പൊന്നു മാമ, പട്ടികൾ വരുന്ന സമയം ആയതേ ഉള്ളൂ. മുൻകൂറായിട്ട് ഒരെണ്ണം പൊട്ടിച്ചിട്ട് അവറ്റുള്ള ഇങ്ങോട്ട് വരാൻ മടിക്കും. ഇനി അഥവാ വരുവാണെങ്കിൽ നമ്മൾ കുപ്പി പൊട്ടിക്കുന്നതിനൊപ്പം ഓരോ പടക്കവും പൊട്ടിച്ചാൽ കിടും. പട്ടികൾ കിടക്കുന്ന സ്ഥലം തന്നെ കേട്ടത്. ഈ പട്ടികളുടെ ഈ ശല്യം കൊണ്ടാണല്ലോ സാബു ഇവിടെ താമസിക്കാത്ത തന്നെ. അതെ അതെ, പിള്ളേർക്കൊന്നും സമാധാനമായിട്ട് ഇറങ്ങി പുറത്ത് കഴിക്കാൻ പറ്റില്ല. പറ്റിയ സ്ഥലം കേട്ടോ ഇത്. സാബുവിന് സ്ത്രീധനമായിട്ട് കിട്ടിയ വീടാണ്. അല്ലപ്പോ ഇങ്ങനെ പൂട്ടിയിടുന്ന നേരെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തു. അമ്മാവ എങ്ങനെ വാടകയ്ക്ക് കൊടുക്കും? നായ്ക്കളെ ശല്യമല്ലേ ഇവിടെ താമസിക്കണേ. ആരും എല്ലാരെയും കടിച്ച് പിള്ളേരെയൊക്കെ കടിച്ചതല്ലേ. അപ്പോഴൊക്കെ പട്ടിയുടെ രോമുണ്ട് കേട്ടോ. പിന്നെ പട്ടി ഇവിടെ പട്ടിയുടെ ശല്യമുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ പിന്നെ രോമം കാണാണ്ടിരിക്കുവോ? പട്ടിക്കാട്ടമൊക്കെ ഉണ്ട് അവിടെ എല്ലാം. 2 അടിച്ച് പാട്ടുപാടി ഇരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. പക്ഷേ സാബു സാബു പാടും നന്നായിട്ടെ. പക്ഷെ അവന് ഭാര്യ പിള്ളേരൊക്കെ ആയിട്ട് എന്തോ പരിപാടിയുണ്ട്. കുടുംബത്തിൽ എന്തോ പരിപാടി. 2 ചെന്നപ്പോ എല്ലാരും പാടൂലോ. 2 ചെന്ന പാട് പെടുത്തരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. പാടിക്കോ. അമ്മാവിന്റെ ഫേവറേറ്റ് ആയിട്ട് ഞാൻ മേടിക്കാൻ മറന്നിട്ടില്ല. എന്താണ്? ബീഫ് ഫ്രൈ. ഈ ബീഫിൽ ഇച്ചിരി മിച്ചറും കൂടെ ഇട്ടിട്ട് കഴിക്കണം. അടി ഒഴിച്ച് പട്ടി വരുന്നോക്കണ്ടോ? ഇവിടെ തണുക്കാത്ത വെള്ളം ഉണ്ടല്ലോ. ഉണ്ട്, തണുക്കാത്ത. എനിക്കത് മതി. അമ്മാവാ, എവിടെ വരണമെന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, നമ്മുടെ കോമ്പൗണ്ടിലല്ല ഉള്ളത്. അതിന് മരുന്ന് എന്തായാലും ഉണ്ട്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം. ആദ്യം ഓരോന്ന് അങ്ങോട്ട് വിട്ട്. അതെ, എല്ലാവരും അടുത്തുള്ളവരൊക്കെ ഉറങ്ങി കഴിഞ്ഞാൽ നായ്ക്കൾ മുഴുവൻ അങ്ങോട്ട് വരിക കേട്ടോ. കുറയ്ക്കുന്നുണ്ട്. എവിടെ നിന്നൊക്കെ കുറയ്ക്കുന്നുണ്ട് കേട്ടോ. അത് അവിടെ എവിടെ പോരണം അവിടെ പൊട്ടില്ല. അല്ല, ഈ കടിക്ക് പെട്ടെന്ന് കൂട്ട അങ്ങോട്ട് മാറി ഇത്തിരി അങ്ങോട്ട് വഴിയുടെ അങ്ങോട്ട് ഇവിടെ അല്ലേ നമ്മുടെ പുക കയറൂലേ? സമയം കളണ്ട, തുടങ്ങാൻ എടുക്ക്. ദാഹജലം ആദ്യം കഴിച്ചിട്ടല്ലടാ ഭക്ഷണം കഴിക്കും. അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് എല്ലാവരും കുഴിച്ചു. അപ്പൊ കനകനെ കൂട്ടാൻ മോശം. അവന്റെ പേരിന് മിണ്ടരുത്. കൂടുതലായിക്കല്ലേ. അപ്പൊ
ഇവിടുത്തെ എല്ലാവിധ എല്ലാ നായ്ക്കൾക്കും ഇവിടെയുള്ള എല്ലാ നായ്ക്കൾക്കും വേണ്ടിയിട്ട് നമ്മ ഒന്ന് മുട്ടിച്ചേ ഒന്ന് മുട്ടിച്ചേ. അല്ലേ ഇങ്ങനെ അങ്ങോട്ട് പട്ടിയുടെ ശല്യം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 10-15 ദിവസം നിൽക്കേണ്ടി വരുന്ന അവനോട് പറഞ്ഞാലോ? ഓ റൊണാൾഡേ വെള്ളം ചേർത്ത് കഴുകിയേ. അല്ല ഒരു ബെഗ് നമ്മൾ എപ്പോഴും അവിടെ എന്തെന്ന് തിരുവാതിര കാണിക്കും കഴിയത്. ഭയങ്കര ചൂടല്ലേ? ആ ഏ നായിന്റെ മോമാര് വന്നല്ലോടാ റൊണാൾഡേ. നായിന്റെ മോമാര് വന്നല്ലോ. പൊട്ടടാ റൊണാൾഡേ, പൊട്ടടാ എന്റെ തലമണ്ട പൊട്ടടാ. നായിക്കളെ പോടാ പട്ടി. ലില്ലി എടി പട്ടീനെ ഓടിക്കാൻ പോയിട്ട് അവരിതുവരെ വന്നില്ലല്ലോ. ആര് ക്ലീറ്റോ ചേട്ടനൊക്കെയാ? ആ ക്ലീറ്റോ എമ്മാനും റൊണാൾഡോ. ആണോ? ആ ചേച്ചി ഒന്ന് വിളിച്ചു നോക്ക്. വിളിച്ചിട്ട് കിട്ടുന്നില്ല. അമ്മാവന്റെ ഔട്ട് ഓഫ് കവറേജ് എന്ന് പറയുന്ന ക്ലീറ്റോന്റെ ഓഫ്, റൊണാൾഡിന് 2-2 എന്ന് കേൾക്കണേ ഉള്ളൂ. ചേട്ടനാണ് പുറത്തോട്ടും പോയി. എന്നാലും ചേച്ചി പടക്ക് പറഞ്ഞ് പട്ടിനെ ഓടിക്കാൻ പോലും അവിടെ പോയി. എനിക്കറിഞ്ഞൂടാ. Aliens